സത്യം പറഞ്ഞ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ സിനിമയിലേക്കുള്ള ചാൻസ് കുറയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ? എനിക്ക് തോന്നിയിട്ടില്ല. അത് അല്ല അങ്ങനെയല്ല, അത് ഓരോരുത്തരും ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരെങ്ങനെ ആ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു ചില വിന്നേഴ്സിനെ കുറിച്ച് അഡ്രസ് പോലും ഇല്ലാത്ത വിന്നേഴ്സ് ഇല്ലേ, വിന്നേഴ്സ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ജീവചേട്ടന്റെ ഒരു ബേസ് എനിക്ക് തോന്നുന്നു സരിഗമപ്പ ഒരു ആങ്കർ. അത് എത്രത്തോളം ഒരു വഴിത്തിരിവായിട്ടുണ്ട് ചേട്ടന്റെ പിന്നത്തെ കരിയറിൽ മൊത്തം? 21 ഗ്രാംസിന്റെ ഡയറക്ടർ സാഹസിന്റെ ഡയറക്ടർ ബിബിൻ 21 ഗ്രാംസിലേക്ക് വിളിക്കുന്നത് സരിഗമപ്പയില് പിന്നെ അനുപേട്ടൻ വന്നപ്പോഴാണ്. അനുപേട്ടൻ എന്താ എന്റെ പടത്തിൽ ആരോ പാടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്നെ കൂടെ പടത്തിൽ വിളിക്കുമോ? നിന്നെ ഞാൻ വിളിക്കാടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു തമാശക്ക് പറയുമായിരിക്കും. പക്ഷെ അങ്ങനെ അവരുടെ ഒരു ചർച്ചയിൽ അങ്ങനെ ക്യാരക്ടർ വന്നപ്പോ ഒരു ദിവസം അനുപേട്ടൻ വിളിച്ചു, നീ എവിടെയാണ്? ആരാ? ഞാനാ അനൂപൻ. അനുപേട്ടാ ഇപ്പൊ ഒരു പരിപാടി ഉണ്ട്, നിന്നെ ബിബിൻ വിളിക്കും. അങ്ങനെ ബിബിൻ വിളിച്ച് അങ്ങനെ അതാണ് സരിഗമപ്പ ത്രൂ ആണ് ഞാൻ സിനിമ. അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും അറിയത്തുമില്ല. സരിഗമപ്പ ശേഷമാണ് കുറച്ച് ആൾക്കാർ അധികം. ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും പ്രേമിച്ചു എന്ന് പറഞ്ഞു. അത് സരിഗമപ്പ കഴിഞ്ഞിട്ട് സരിഗമപ്പ അത് ബി നിജു സാറ് വിളിച്ചിട്ട് പോയി ചെയ്യുന്നതാണ്. അതെല്ലാം സരിഗമപ്പ കഴിഞ്ഞിട്ടാണ് സിനിമ എന്ന് പറയുന്ന ആ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്പേസ് ഇല്ലേ, അവിടുത്തെ ആൾക്കാർക്ക് നമ്മളെ കണ്ടാൽ മനസ്സിലാകാൻ തുടങ്ങിയതും അവർ നമ്മൾക്കണ ഷോ കാണാറുണ്ടെന്ന് പറയാം. എന്തേലും വരുമ്പോ ഇന്നൊരാളുണ്ട്, അവരെല്ലാം സരിഗമപ്പ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പൊ അതാണ് ഒരു വഴിത്തിരിവ്. പിന്നെ ആദ്യം വിളിച്ചാലൊക്കെ പിന്നെ വർഷ ചേച്ചിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, ഒരുപാട് റിലേറ്റബിൾ കോണ്ടന്റ്സ്. സത്യം പറഞ്ഞ ഈ അമ്മമാരുടെ കണ്ടന്റ് ഒക്കെ ഇല്ലേ, അമ്മമാര്, പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതിന്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും എഫേർട്സ് ഒക്കെ ഇല്ലേ? ഇല്ലേ? പറയണം അല്ലെങ്കിലും. അതായത് ഞാൻ ഇപ്പൊ എന്റെ കണ്ടന്റ് ക്രിയേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുറെ നേരം ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആലോചിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അത് അങ്ങനെ ചെയ്യാന്നുള്ളൂ. അത് ഭയങ്കര എഫേർട്ട് ഒന്നുമില്ല. ഞാൻ ചിലപ്പോ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ചെയ്താൽ കുറച്ചുകൂടി രക്ഷപ്പെടുമായിരിക്കും. കോണ്ടന്റ് എല്ലാം അങ്ങനത്തെ അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഓരോ കാര്യം വീട്ടിൽ അങ്ങനത്തെ, പക്ഷെ വർഷയ്ക്ക് പറഞ്ഞു ജുജുബി ഉദ്ദേശിച്ചത്. അയ്യോടാ അമ്മേ, അല്ല വർഷയ്ക്ക് അത്ര ഈസി ആയിട്ട് ഇത് വരുന്നത് തന്നെ ആലോചനയിൽ അങ്ങനെ വരുന്നുണ്ടല്ലോ. അത് അപ്പൊ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് ചിലർക്ക് നാച്ചുറലി വരുന്നുണ്ടോ എഫേർട്ട് അല്ലാതെ തോന്നുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കും സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണോ? അങ്ങനെ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം, അത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇത്രയും പേര് പറഞ്ഞത് പക്ഷെ പണിയെടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതിന് അത്ര അത് സോഷ്യൽ മീഡിയയുടെ ഒരു അധ്യായമാണ്, ഒരു എത്തും പിടിക്കാത്തൊരു അധ്യായം. ചില നല്ല എഫേർട്ട് ഇടുന്ന വീഡിയോസിന് റീച്ച് കാണത്തില്ല. ചുമ്മാ തന്നെ അറിയാൻ പറ്റുമല്ലോ. മെറിന്റെ വ്ലോഗ്സ്, മാറ്റി. പക്ഷെ എനിക്ക് ഇതിന്റെ അറിയാം, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലും അത്രേ ഉള്ളൂ. പേര് മെഹർ അല്ല, പേര് എന്റെ ഫ്രണ്ടിന്റെ, അതായത് സിജു വിൽസന്റെ മകളുടെ പേര് മെഹർ. ചേച്ചി സിനിമ അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്? സിനിമ അല്ലാണ്ട് പണ്ട് കുറെ പുസ്തകങ്ങൾ വായിക്കായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു. പക്ഷെ എനിക്ക് കുറഞ്ഞത് വെച്ചാൽ ഈ ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു എന്റെ വൺ ഓഫ് ദ മേജർ. അപ്പൊ എപ്പോഴും വേർഡ്സിനോട് അല്ലെങ്കിൽ വാക്കുകളോട് ഒരു ഇഷ്ടമുണ്ട്. സ്ക്രീൻ പ്ലേ റൈറ്റിംഗിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതല്ലാതെ എനിക്ക് ഇപ്പൊ ഈയിടെയായിട്ട് 3-4 വർഷമായിട്ട് ബാഡ്മിന്റൺ, പിക്കിൾ ബോൾ അതൊരു പുതിയ സ്പോർട്ടാണ്, അറിയുമെന്ന് കന്നഡ. ബാഡ്മിന്റണും പിക്കിൾ ബോളും റെഗുലർലി കളിച്ചുകൊണ്ടിരുന്നതാണ് ചെന്നൈയില്. അത് ഇവിടെയും ഒരു ഗ്രൂപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് കൂടെ ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ല. പിന്നെ അതൊരു സാഹസമായിരിക്കും. പിക്കിൾ ബോളും ബാഡ്മിന്റൺ പോലെ തന്നെ നമ്മൾ ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ക്രിക്കറ്റ് ഒക്കെ ആക്കണല്ലോ. അതിന് എനിക്ക് ക്രിക്കറ്റ് അറിഞ്ഞൂടാ. നമുക്ക് പിക്കിൾ ബാഡ്മിന്റൺ മതി, അത് നമുക്ക് പിന്നെ അതൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ, ഇപ്പൊ ഞാനും ഒരു ആക്സിഡന്റൽ ആക്ടറാണ്. ഒരിക്കലും വിചാരിച്ചില്ല 96 പോലത്തെ ഒരു സിനിമ അങ്ങനെ പെട്ടെന്നൊന്നൊരു ഓഡിഷൻ അങ്ങനെ വന്നു. അതുകൊണ്ട് എനിക്ക് സിനിമയിലോടുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇപ്പൊ ഒരു ഒബ്സെഷനായി മാറി. പക്ഷെ പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. അതല്ലാതെ
സോ അതാണ് മെയിൻ ഇപ്പൊ. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് ടാഗ്സ് പറയും, ചെറിയ സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ ടാഗ് നിങ്ങളിൽ ആർക്കാണ് സ്യൂട്ട് ആവണത് നിങ്ങൾ പറയാം. ഫസ്റ്റ് വൺ, കൺവിൻസിംഗ് സ്റ്റാർ. കൺവിൻസിംഗ് സ്റ്റാർ ജീവ. ബിബിൻ. ഇവിടെ ഉള്ളവർ ഇവിടെ പേരെഴുതിയാണ് അതുപോലെ ഈ പോസ്റ്ററിലുള്ളവരെയും കൂടി ചേർത്ത്, ബിബിൻ ചേട്ടനാണ്. പോസ്റ്ററിലുള്ളവരെയും കൂടി ചേർത്ത്. അല്ല ഇവിടെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കളിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഒരു കൺവിൻസിംഗ് സ്റ്റാർ എനിക്ക് തോന്നുന്നു ജീവ. ജീവ. അതെന്താ ജീവചേട്ടന് പറയാൻ കാരണം? എല്ലാം സംസാരിച്ച് ശരിയാക്കി റംസാനെ വിളിച്ച് കൺവിൻസ് ചെയ്ത് ഞാൻ നല്ല പടമാ. എനിക്ക് ആദ്യത്തെ കോള് വരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. അപ്പൊ പുള്ളിന് റംസാൻ ഒരു പടം ഉണ്ട്, അപ്പൊ കഥ കേട്ട് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും, റംസാൻ ഇഷ്ടപ്പെടും എനിക്കറിയാം, നോക്കുന്നു പറഞ്ഞു. ആ കോളിനെ വെച്ചതും ജീവ കോളിങ്. മോനെ ഒന്നും നോക്കണ്ട, ഉഗ്രം പടമാണ്. എന്നോട് നമ്മളിങ്ങനെ എന്നോട് ബിബിൻ വന്നിട്ട് റംസാൻ എങ്ങനെ ഉണ്ടായിരിക്കും, പൊളിക്കും. അവനപ്പം നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും, മോനെ ഒന്നും നോക്കണ്ട, കഥ നിനക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ടോ നോക്കണം. നീ കഥ കേട്ടിട്ട് മനസ്സിലാവോ നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഇരിക്കാൻ കഥ കേൾക്കാം. സമയമുണ്ട്, ഷൂട്ട് തുടങ്ങാൻ നോക്കി. അപ്പൊ ഇവൻ വിചാരിച്ചത് സമയമുണ്ട്, സിനിമയാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചോ നീ ഫ്രീ ആണോ? ആ ഫ്രീ ആണ്. ഉച്ച എന്തെങ്കിലും പേരുണ്ട്? ഇല്ല, എന്നാ റെഡി ആക്കി പോവാം. കഥ കേൾക്കാൻ നമ്മള് ഒരു കഥ കേൾക്കാൻ ഡയറക്ടറുടെ അടുത്തേക്ക് പോവാണ്. ചിലപ്പോ ഫ്ലാറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കഫേസിലായിരിക്കാം, ഞാൻ തന്നെ പറയും. പക്ഷെ ഇവിടെ എവിടെയായിരുന്നില്ല. എന്നാ നീ റെഡി ആയിക്കോ, നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവനെ ലഞ്ച് ബ്രേക്ക് ഞങ്ങളോട് ഉണ്ടാവും, ഞങ്ങൾ വണ്ടി എടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. എന്റെ രീതി എന്റെ ജേണിയും പറയുന്നുണ്ട് ഈ സിനിമയിലെ. അപ്പൊ ഞങ്ങൾ നേരെ ഫോട്ടോ അടിച്ചപ്പോ കറക്റ്റ് ആയിട്ട് ലഞ്ച് ബ്രേക്ക് ആയി, നേരെ ക്യാരവനകത്ത് കയറുന്നു, ഇവര് കഥ പറയുന്നു, കഥ കഴിഞ്ഞിറങ്ങുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല, മനസ്സിലായി. അപ്പൊ ഞാൻ മനസ്സിലായി. നമ്മള് നേരെ ഞാൻ ചെന്നത് നേരെ ലൊക്കേഷനിലേക്കായിരുന്നു. പടത്തിന്റെ വേറൊരു പോർഷൻ നമ്മളായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു പോർഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്. അന്ന് ഭവനൻ ചേട്ടന്റെ എന്തോ ഷൂട്ട് ചെയ്യും. അപ്പൊ അതിന് ഞങ്ങൾ മേളില് ആൽബി ചേട്ടന്റെ ക്യാമറ DOP പോയി കണ്ടു. നമുക്ക് പറഞ്ഞു പയ്യെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനെന്നാ ആലോചിച്ചിട്ട്, നീ പെട്ടെന്ന് ആലോചിക്ക്, അങ്ങനെയാണ് നാളെ നിനക്ക് ഷൂട്ടുണ്ടോ? നാളെയോ? അല്ല, നാളെ പിറ്റേ ദിവസം ഉണ്ടായില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നേരെ ഡയറക്റ്റ് ഷൂട്ട് അത് കയറിയിരുന്നു. ഗൗരി വന്ന പോലെ തന്നെ എല്ലാം ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ടിക്കറ്റ് ഇടാൻ നാളെ പറഞ്ഞു. ഓക്കെ, അടുത്തത് ഉറക്കഭ്രാന്ത് കൂടുതലുള്ള ആള്. റംസാൻ. അല്ല, റംസാൻ അല്ല, ഉറക്കഭ്രാന്ത് കൂടുതലുള്ളത് ശബരീഷ് ചേട്ടനാണോ? ഞാനായിരിക്കും. ഗൗരി. ഞങ്ങള് അപ്പൊ എല്ലാവരും ഉണ്ട് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും ഒരു ക്യാരവനിലാന്ന് പറഞ്ഞില്ലേ. ആ കൂട്ടത്തിൽ ഉനോ കളിക്കാത്തപ്പോ മാത്രം കളിക്കുമ്പോ മാത്രം വരുന്ന ചില ക്യാമിയോ റോൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, ചിലപ്പോ കഴിക്കത്തില്ല, ക്യാരവനിലുണ്ടാവും. പിന്നെ 2 ദിവസം പ്രൊമോ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, അന്ന് ഉറങ്ങി. എന്നിട്ട് നമ്മള് പിന്നെ പാട്ടിൽ കാണിച്ചേക്കുന്ന എൻഗേജ്മെന്റ് ഡ്രസ് ഇല്ലേ, അതിന്റെ ഷോളൊക്കെ വെച്ചിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്തിനു ഷൂട്ടിൽ വരെ ഗൗരിയുടെ ഷോട്ട് കഴിഞ്ഞപ്പോ ക്യാരനിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ കുറച്ച് ഡാഡി ഗിരിജയെ പോലൊക്കെ ഇരുന്നു. അടുത്തത് കുരുട്ട് ബുദ്ധി. ശബരീഷ്. ഞാനെല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അല്ല, എന്തായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു കോളേജിൽ പോയപ്പോ, ആദ്യൊരു കോളേജിൽ പോയി. അപ്പൊ അവിടെ എത്തിയപ്പോ ഇവിടെ ആരാ നന്നായിട്ട് പാട്ട് പാടുന്ന വെച്ചിട്ട് ഒരു പെൺകുട്ടിനെയും ഒരു ആൺകുട്ടിനെ വിളിച്ചു. അപ്പൊ അടുത്ത പോകുന്നത് നമ്മളൊരു മുസ്ലിം ഒരു കോളേജിലോട്ടാ. അപ്പൊ പോണ വഴിക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ ഈ തവണ ഇതില് ടീച്ചറെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കാൻ മുസ്ലിം കോളേജിൽ. അവിടെ വെച്ച് മറന്നു ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറെ ഐഡിയാസ് ഉള്ളു. കുറെ സാധനങ്ങൾ പറയും. ക്രിയേറ്റീവ് ബുദ്ധി. അടുത്തത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ജീവ. ഗൗരി. ഇനി വർഷയില് ഞാൻ ബാബുവിനെ പറയാൻ പോയി. ഇല്ല, ഞങ്ങൾ ഇതുവരെ പോയ കോളേജിൽ എല്ലാരും ആദ്യം സംസാരിക്കണ്ടേ? അങ്ങനല്ല, അത് ടെലിവിഷനിൽ
ടെലിവിഷനിൽ വന്ന എല്ലാവർക്കും ഓഡിയൻസ് ഉണ്ട്. ഇപ്പൊ വർഷയ്ക്കാണെങ്കിലും ഓഡിയൻസ് ഉണ്ട്, ഇപ്പൊ റംസാനാണെങ്കിലും ഓഡിയൻസ് ഉണ്ട്. റംസാനെ ചെറുതിലെ ടെലിവിഷനിൽ കണ്ടേ. അപ്പൊ ടെലിവിഷനിലുള്ള ആൾക്ക് ഒരു ഓഡിയൻസ്, ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് എന്തായാലും ഉണ്ട്. പിന്നെ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിന് ശേഷം ശബരീഷ് എന്ന് പറയുന്ന ആളെ അറിയാത്തവരായിട്ട് ആരുമില്ല. പിന്നെ ഈ കൂട്ടത്തിലേക്ക് പിന്നെ ഗൗരി, ഞങ്ങൾക്ക് കേരളത്തില് കറുകുറ്റി, തൃശ്ശൂര്, ട്രിവാൻഡ്രം ഒക്കെ ഉള്ളൂ. ഇത് പാൻ ഇന്ത്യൻ. മാസ്റ്റർ ആക്ടർ അങ്ങനെ ഹിന്ദി പാൻ ഇന്ത്യൻ ടീച്ചറുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് നമ്മള്. അടുത്തത് സെൻസിറ്റീവ്. സെൻസിറ്റീവ് ഗൗരി ആണെങ്കിലേ ഉള്ളൂ. ഗൗരി ചിലപ്പോ പണങ്ങിക്കളവര് പകുതി ഉറക്കമായിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ ഇവരുടെ എനർജിയും. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ഇരിക്കുന്ന പോലെ കുറച്ച് ക്വയറ്റ് ആയിരിക്കും. അപ്പൊ അവരുടെ വിചാരം ഞാനിങ്ങനെ ഇണങ്ങിയിരിക്കുക. അതല്ല തമാശക്ക് വെച്ചോട്ടോ. സെഗ്മെന്റ് കഴിഞ്ഞു. എനിക്കൊന്നും കിട്ടിയില്ല. ചേച്ചിക്കൊരു ടാഗ് നിങ്ങൾ ടാഗ് വേണം. ഡബിംഗ് ആർട്ടിസ്റ്റ്. ഇനി അതുക്കും മേലെ ഓർമ്മയുണ്ട്. എന്താണ്? പടത്തിലുള്ള കാര്യമാണ്. പടത്തിലുള്ള പറയണ്ട. വേറെ ഒരു ടാഗും കൊടുക്കാനില്ല. അല്ല അതിനുള്ളതാണ്. ഡ്രിഫ്റ്റിംഗ് സ്റ്റാർ. ഡ്രിഫ്റ്റ് ചെയ്യോ? പിന്നെ പടത്തില് വർഷ എന്താ ഡ്രിഫ്റ്റിങ്. മാസ്റ്റർ ഇങ്ങനെ നിൽക്കുക. എപ്പിടാ കണ്ണാ എന്നൊരു ചോദ്യം. എങ്ങനെ ഡ്രിഫ്റ്റിംഗ് പഠിച്ചേ? അത് സെറ്റിന്ന് പഠിപ്പിച്ചു. ആക്ഷൻ. സ്റ്റിയറിംഗും കൈ നീങ്ങുന്നു. ഒരു മിനിറ്റ്, ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് പറഞ്ഞാൽ പറ്റും. ഇനി പറയില്ല, സീനാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല, അതായത് ഞാൻ നന്നായിട്ട് ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അതല്ല, വർഷയ്ക്ക് അതിനൊരു ബിഫോർ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി സീനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. മാസ്റ്റർ വന്നു. അപ്പം ഇങ്ങനെ എല്ലാരും ഓരോരുത്തരും ചാടി ചവിട്ടുന്നു. അപ്പൊ എന്തോ ഡ്രിഫ്റ്റിംഗ് ഉണ്ടെന്ന് മാഡം അറിഞ്ഞു. ഞാനങ്ങ് ചെയ്താലോ? അറിയാം, ഞാനല്ലേ ചെയ്യേണ്ടത്. ഞാനങ്ങ് ചെയ്താലോ? അറിയാവോ? വണ്ടിയൊക്കെ ഓടിക്കുന്നല്ലേ? അല്ല, വേറൊരു കോമഡി ഉണ്ട്. വർഷ ഡ്രിഫ്റ്റ് ചെയ്യാൻ വന്നിരിക്കണം. അത് ഡ്രിഫ്റ്റ് ചെയ്യുന്നതിന്റെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ അതേ വണ്ടിയിൽ ഞാനിരിക്കുന്നു. ഓ ശരിയാ, ശബരീഷേട്ടനും എന്റെ കൂടെ അല്ലേ? അതെ. അപ്പം ഡ്രിഫ്റ്റിംഗ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ പുറകിലോട്ട് ചെറിയ പുറകോട്ട് പോവാണ്. ബ്രേക്കും പിടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഇടുന്ന ഗിയറിലിട്ടൂടെ? ഗിയറിലിട്ട് ഞാൻ വണ്ടി അനങ്ങില്ല. എടി എന്നാന്നറിയോ, അതെന്താന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് നല്ലതിൽ പോകാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ അത്ര ഒരു സെറ്റപ്പിൽ അതൊരു വണ്ടിയാ. അപ്പൊ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത പോലെ ഡ്രിഫ്റ്റ് അറിയാം. ആ സ്റ്റിയറിംഗ് പിടിച്ചൊരു കറക്കൊണ്ടായിരുന്നു. അല്ല പക്ഷെ ചെയ്തിട്ടോ? നമ്മൾ ഇതൊക്കെ പറയും, പക്ഷെ when it comes to work അല്ലെങ്കിൽ അത് നമ്മളെല്ലാം ചെയ്തിരിക്കുന്ന ചവിട്ടും തൊഴിയും ഡ്രിഫ്റ്റ് എല്ലാം നമ്മളെല്ലാവരും തന്നെ ചെയ്തേരം. അത് പറയുമ്പോ അത് മാത്രമല്ല ഒരുപാട് പരിപാടീസ് ഉണ്ട്. അല്ല അതല്ല, നമുക്ക് അടി തല്ലും മാത്രമല്ലേ ഉള്ളൂ. അല്ല എല്ലാവർക്കും ഡ്യൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഡ്യൂപ്പ് എല്ലാവരും ഫുൾ ടൈം റെസ്റ്റ് ആയിരുന്നു. ചായ കുടിച്ച് എല്ലാവരും ചില്ലായിട്ടിരിക്കുന്നു. കാരണം നമ്മൾ തന്നെ പണിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എല്ലാവർക്കും ഓരോ എഫേർട്ട് ഇട്ടിട്ടാണ് പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാരും അവിടെ തന്നെ നിപ്പുണ്ട്. എല്ലാരും ആ സ്ഥലത്തുണ്ട്. എല്ലാവരുടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങ് ചെയ്യാം. 2-3 തവണ പ്രാക്ടീസ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ചെയ്യാം. രാത്രി 1:30-2 മണിക്ക് കേട്ടത്. ലൈക് സാഹസത്തിൽ ഒരു സീൻ ഉണ്ടാവില്ല, നിങ്ങൾ എല്ലാരും ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്ന സീൻ. ആ സീൻ ഏതാണ്? ഉണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സീനുണ്ട്. അത് എനിക്ക് എന്റെ ഫേവറേറ്റ് ആക്ടറിന്റെ സീനാണ്. ഡ്രിഫ്റ്റ് ചെയ്യണ സീൻ. ക്ലൈമാക്സ് ആണ്. എനിക്ക് റംസാന്റെ ഒരു അല്ല ആ പെർട്ടിക്കുലർ സീൻ ഭയങ്കര രസമാണ്. റംസാൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനോട്, ആ കഥാപാത്രത്തോട് പ്രേക്ഷകർ കണക്ട് ചെയ്യുന്ന ഒരു സീനായിരിക്കും അത്. എനിക്ക് മൊത്തം ഞാനുള്ളതല്ല.